ആരെവിടെ? എന്നാ ഞാൻ തന്നെ പറയാം. നോമാണ് കാലൻ ലാലൻ. പെമ്പിള്ളരെ മൊത്തം ബാഗ് നോക്കി കണക്കെടുത്ത് വന്ന് നിൽക്കുന്ന കണ്ട പ്രഭു. കണക്കെടുക്കൽ എന്ന തൊഴിലാണ് പ്രഭു. അതല്ലേ മുഴുവൻ വേണ്ടി കണക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതാ. ഈ നാശം പിടിച്ച കൊറോണ വന്നതിന് ശേഷം മനുഷ്യന്മാർക്കടയിൽ ഒരു ബാലിനായി പോയി. അതെന്ത് പറ്റി പ്രഭു? അത് ശരിയാ. പ്രഭു അവനെയൊക്കെ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. മുഴുവൻ പേരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായി ഞാനായിരുന്നു ഈ കോലത്തിലായില്ലേ? അത് കറക്റ്റാ. ആരെ പോലെ പ്രഭു ഇപ്പൊ പോലെ ആയില്ലേ? അല്ലടോ, നീ ആ പോത്തിനെ പാർട്ടിയാൻ പോയതല്ലേ? ഓ ഒന്നും പറയണ്ടല്ലേ പ്രഭു. നമ്മൾ ഈ വാട്ടർ റോഡ് പണി കാത്തിരിക്കല്ലേ? റോഡ് മൊത്തം കുഴിച്ചു വെച്ചിരിക്കുക. അവസാനം നമ്മുടെ പോത്തൂട്ട് 4 കുഴിയിൽ പോയി വീണു. പോത്തിനെ കിട്ടിയത് എന്തോ ഭാഗ്യം. ഞാൻ പറയാലോ. എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കണേ? എന്തൊക്കെയാ പ്രഭു? എന്തൊക്കെയാ കോമഡി അടിച്ചിരിക്കാണ്ട് കറക്കാം പ്രഭു. എടോ, പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? പ്രഭു ഈ പണവും പരുന്തും തമ്മിൽ എടോ, പണവും പദവിയും അധികാരവും അതിനു മുകളിൽ രാഷ്ട്രീയ പാപ്പരാസികളുമാണ് ഇന്ന് നാട് ഭരിക്കുന്നത്. പ്രഭു എനിക്കൊന്നും മനസ്സിലായില്ല പ്രഭു. എടോ, പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് അധികാര മേലാളന്മാരും രാഷ്ട്രീയ വർഗങ്ങളും ഈ നാട് കുട്ടിച്ചോറാക്കിയിരിക്കല്ലേ? ശരി പ്രഭു, പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടാ, നമുക്കും ചിലവ് ചെയ്യാനുണ്ട്. ഭൂമിക്ക് ശാപമായവരെ നമുക്കങ്ങ് എടുത്താലോ? ശരിയാ, പക്ഷേ ഇത്തരക്കാർ നമ്മുടെ സമൂഹത്തിൽ നിരവധി പേരില്ലേ പ്രഭു. നമ്മൾ എവിടെ തുടങ്ങും പ്രഭു? അത് ശരിയാ. അഴിമതിയും സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗമാണല്ലോ എന്നും. അതെ, പക്ഷേ പ്രകൃതിയെ കാർന്ന് തിന്നുന്നവനെയും നീതി നിഷേധിക്കുന്നവനെയും ജീവനെടുക്കുന്നവനെയും വിഷം വിളമ്പുന്നവനെയും നമുക്ക് ആദ്യം എടുക്കണം പ്രഭു. എന്നാലേ താൻ ആ ടൂൾസൊക്കെ ഇടയ്ക്ക് വെച്ച് നമുക്കാദ്യം പ്രകൃതിയെ കാർന്ന് തിന്നവന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന അധികാരി നിന്ന് തുടങ്ങാം. നേരെ സർക്കാർ കിട്ടോ? ശരി പ്രഭു, പോവാം. ഒന്നുട്ടോ, കമോൺ. എല്ലാ നടപടി എടുത്തു കഴിഞ്ഞു. ഫയലോ നോക്കൂ. നിവേദനോ? ആ കോടി തങ്കനെതിരെ 1.5 കോടിയാണ് ചുമത്തുന്നത്. അത് വെച്ച് കുടിവെള്ള പദ്ധതിയാണ് പഞ്ചായത്തിൽ ലഭിക്കാൻ പോകുന്നത്. എല്ലാത്തിനും ഞാനുണ്ട് മാഡം.
തമ്പാൻ പാലക്കാട് നിൽക്കൊണ്ടിരുന്ന എടോ പിന്നെ താൻ എന്താ അതിനെ കുറിച്ച് പറഞ്ഞു കേട്ടെ അതെന്നെ പ്രശ്നം. നാട്ടുകാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. ഞാനെ കൊണ്ടുവന്ന നിവേദനം നോക്ക്. സാറെ പറ്റിയിട്ട് കോറിനെ പറ്റി കൊല്ലുന്ന ആരോപണമാണുള്ളത്. സാറേ ഇതിപ്പോ നമുക്ക് തീർത്താൽ നമ്മളെ കയ്യിൽ ഒതുങ്ങും. അല്ലെങ്കിൽ അറിയാലോ സാറേ. എടോ തമ്പാനൊന്നും മാറി നിൽക്കണോ? എടോ ഞാനും അറിയുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാനാണെങ്കിൽ ആ കോറിയിൽ നിന്ന് പുറത്തിറങ്ങിയ പാറ പൊട്ടിക്കുകയും ചെയ്തു. എന്നും പ്രശ്നക്കാരാവുന്നേ. എന്ത് ചെയ്യാൻ പറ്റും? താനൊരു പരിഹാരം പറയുന്നേ. ക്യാഷ് എനിക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടം പോലെ പാറ പൊട്ടിയിട്ടുണ്ട്. കാര്യം പറ. കോറിയില്ലേ എടോ വെക്കണോ? എടോ ഇത് തനിക്ക് വേണ്ടതിനും കൂടുതലുണ്ട്. എടാ ഇതിന്നൊരു പങ്കെടുത്തത് ആ ഫൈനടക്ക്. ബാക്കി കുറച്ച് ആ പ്രശ്നക്കാരെ നാട്ടുകാരല്ലേ അവർക്ക് കൊടുക്ക്. ബാക്കി താഴെ സ്വീകരിക്കണോ? നിർമ്മല പേടിക്കണ്ട. നിർമ്മലയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല. സിറ്റിയിലെ ഫ്ലാറ്റ് ഉണ്ടല്ലോ എല്ലാം പറഞ്ഞില്ലാക്കണം. അവിടെ പോയാ മതി. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണ്ട നിർമ്മല. ഞാൻ പോട്ടെ. ഒന്നും കൊണ്ട് പേടിക്കണ്ട. എല്ലാം ഉദ്യോഗസ്ഥരാണോ എന്റെ ബലം? തമ്പാനെ പോവാം. അണ്ണാ എല്ലാം സേഫായി. ശരിയടോ. മണ്ണ് വായു ജലം മണ്ണാ കേട്ട പണം പണം അത് മാത്രം മതി. ജനത്തെ സേവിക്കുന്നതിന് പകരം പണത്തിന് വേണ്ടി നിയമത്തെ കാറ്റിൽ പറത്തി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന നിനക്ക് ഈ ഭൂലോകത്ത് സ്ഥാനമില്ല. നിന്നെപ്പോലുള്ളവർക്ക് എന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു ശിക്ഷയേ ഉള്ളൂ, മരണം. പോടെ ഇവരെ. എടോ ചിത്രഗുപ്ത, ഇനി നമുക്ക് അധികാര മേലാള രാഷ്ട്രീയ വർഗങ്ങൾക്ക് മൂട് താങ്ങി നടക്കുന്ന ഒരുത്തനെ പൊക്കാനുണ്ട്. എവിടെയാണ് പ്രഭു നാം പോകുന്നത്? സാധാരണക്കാരന്റെ നീതി ശരിക്കുന്ന ഒരു സ്ഥലം. എവിടെയാണ്? അത് തൊട്ടടുത്ത് തന്നെയുണ്ട്. നമുക്ക് ആ പോലീസ് സ്റ്റേഷനോട് പോകാം. പോകാം പ്രഭു. വേണോ? പോകട്ടോ. അതെ പോലീസ് സ്റ്റേഷനാണ്. എസ് ഐ ഊക്കലിന്റെയാണ് സംസാരിക്കുന്നത്. എന്താ പ്രശ്നം? പപ്പടത്തിന്റെ പേരിലോ? അടിയോ? എടോ ഒരു ലേസിന്റെ സീസൺ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇതിനൊന്നും സമയമില്ല. ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. താനൊന്ന് വെച്ചിട്ട് പോണോ? അവന്റെ ഒരു പപ്പടം. എടോ സഹദേവ, എടോ സഹദേവ, എടോ നമ്മൾ ആ ഒതുക്കി തീർത്തില്ലേ ആ കേസിന് പൈസ താൻ വാങ്ങിയായിരുന്നോടോ? കുമാരന്റെ കടയിലോ? അപ്പൊ എന്റെ പങ്കോ? കിട്ടിയാ മതിയായിരുന്നു. എടോ ഷേണായി സാർ ഇപ്പൊ വരും. വന്നിട്ട് ഇവന്റെ കാര്യം തീരുമാനിക്കാം. അതുവരെ അവരവിടെ കിടക്കട്ടെ. എടോ 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 തന്റെ പേരിൽ കേസൊന്നുമില്ല. പക്ഷെ തന്റെ പേരിൽ കേസ് എടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ഷേണായി സാറാണ്. സാർ ഇങ്ങോട്ട് വരും. അതുവരെ താനോട് കുത്തിയിരിക്കുക. അവനെനിക്ക് ഭയമില്ല. എന്റെ കൃഷിഭൂമി തട്ടിയെടുത്ത് പരാതി കൊടുക്കാൻ വന്ന് ആ എന്നെ നിങ്ങൾ പിടിച്ചു വെച്ചു. എന്തിന്? എന്റെ ഒരു വിധി. എടോ എടോ താൻ ഈ കടലാസിൽ നോക്കിടെ തന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിച്ചു തരാം.
എന്താ സാർ ഇത്? എടോ തന്റെ ആ കൃഷിഭൂമി ഇല്ലേ, അത് ഷേണായി സാറിന്റെ പേരിലാക്കാനുള്ള മുദ്രപത്രമാണ്. താൻ ഇതിൽ ഒപ്പിട്. ഇല്ല സാർ, ഞാൻ ഒപ്പിടില്ല. ഞാൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ എന്റെ കൃഷിഭൂമിയാ. സാർ പറയുന്ന പോലെ ഒപ്പിടാൻ പറ്റത്തില്ല. എടോ തനിക്കൂടെ ഗുണമുള്ള കാര്യമല്ലേ, സ്ഥലത്തിനൊക്കെ വില വന്നിരിക്കുക. എന്നിട്ടും ഷേണായി സാർ നിനക്കത് തരാന്ന് പറഞ്ഞില്ലേ, അത് പോലെ നിനക്ക് എന്ത് ഗുണമാണെന്നാ സാർ ഈ പറയുന്നത്? ആകെ ഒരു കൃഷിഭൂമിയാ. ഞാനും എന്റെ കുടുംബവും അത് വെച്ചാ ജീവിക്കുന്നത്. എന്റെ ജീവന് വില പറയല്ലേ സാറേ? വായടക്കണം നായ, മാറിക്കണം. എടോ സഹദേവ, അവനെ അവിടെ കിടക്കട്ടെ. താൻ ഇരിക്കണം. കള്ള ഹുടുകൻ, അവന്റെ വായിൽ ഒരു 10 ലക്ഷം തിരികെ കൊടുക്ക്. അതിന് സമയം ക്ലിയർ ആക്കി പോളാം. സാറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു സാർ. സാർ ഇരിക്കണം സാർ. എടോ മന്ത്രി കുമാരനെ കാണേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. കണ്ടിട്ട് വരുന്ന വഴിയാ. എന്തായാലും നമ്മുടെ കാര്യങ്ങളെ സാർ അവൻ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. അവൻ ഒപ്പിടും. എല്ലാം ഞാൻ ശരിയാക്കാം. എന്നെ കൊന്നാൽ ഞാൻ ഒപ്പിടില്ല സാർ. ഇല്ല സാർ, ഒപ്പിടില്ലെന്നോ? ഇല്ല, ഞാൻ അവനോട് ഒപ്പിടില്ല. വേണ്ട, എന്റെ മുന്നിൽ നിന്ന് കഴിയാൻ കളി വേണ്ട. നിനക്കറിയാമോ ഷേണായി സാർ ആരാണെന്ന്? മന്ത്രിസഭ വരെ ഇളക്കി മറിക്കാൻ കഴിവുള്ള ഹൈലി പവർഫുൾ പേഴ്സൺ ആണ് അദ്ദേഹം. കിങ് മേക്കർ. ആ പറഞ്ഞോളൂ സാർ. ഞാനൊരു കാര്യം ചെയ്യാം. പറഞ്ഞോളൂ സാർ. ബഷീറെ, അതിങ്ങളെ ഒപ്പിടിക്ക് സാർ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. എടാ ബോണസ് തോക്കല്ല, ചെക്ക് എടുക്ക്. ഞാനൊരു തുക എഴുതിയിട്ടുണ്ട്. അവനെ കൊടുത്ത് ആ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കേ. ഞാൻ ഒപ്പിട് വാങ്ങാം സാർ. അല്ലെങ്കിൽ എന്നെ അറിയാലോ. സാർ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. സാറ് പൊക്കോളൂ. അവനെ കൊണ്ട് ഞാൻ ഒപ്പിടിക്കാം. ഞാനെല്ലാം ശരിയാക്കാം. സാർ പൊക്കോളൂ. എല്ലാം റെഡിയായിട്ട് നീ ബഷീറിനെ വിളിക്ക്. ഞാൻ വിളിച്ചോളാം സാർ. സാറ് പൊക്കോളൂ. ഓക്കെ ബഷീറാ, വേടാ. എടോ സഹദേവ, നമുക്ക് അവനെ കൊണ്ട് ഈ മുദ്രപത്രത്തിൽ ഒപ്പിടിക്കണം. അവനെ കൊണ്ടുപോകണം. വാടാ. ഇല്ല സാറേ. ആകെ ഒരു കൃഷിഭൂമി സാറേ. എടോ താനും ഞാൻ ഒപ്പിടോ. ഒപ്പിടി മാത്രമേ സാറേ ജീവിക്കൂ. എടോ താനെല്ലാം ഒപ്പിടോ. സഹദേവ. സാറേ, സഹദേവ, ഒപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ചെക്കിന് നമുക്ക് അത് കീഴിക്കളയാണോ? അതുപോലെ ഇവിടെയുള്ള എല്ലാ തെളിയാത്ത കേസുകളും ഇവന്റെ പേരിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ഷേണായി സാറിനെ പോലെയുള്ള രാഷ്ട്രീയ സുഹൃത്തുക്കളെയും പണക്കാരെയും ബഹുമാനിക്കാത്ത ഇവരെ പോലുള്ളവർ ഒരു പാഠം പഠിക്കട്ടോ. ഉള്ളതള്ളവര്. സ്ഥാനലബ്ധിക്കും പണത്തിനും പദവിക്കും വേണ്ടി രാഷ്ട്രീയ മേധാണം അധികാരവർഗങ്ങളുടെ ഉപ്പും ചോറും തിന്ന നിനക്ക് ഇവിടെ സ്ഥാനമില്ല. എന്നെ പോലുള്ളവർക്ക് എന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു ശിക്ഷയേ ഉള്ളൂ, കൊണ്ടുപോയി വരാൻ. ഇവിടെ വേണോ? എടോ ചിത്രവത്ത, പ്രഭു, എടോ നമ്മളറിയാതെ നമ്മുടെ കണക്ക് പുസ്തകം നിൽക്കുന്ന ചിലരുണ്ട്. ഞാനത് എന്റെ കണക്ക് ദിവസം തിരിച്ചവനോ? ആരാണ് പ്രഭു? അങ്ങനെയും ചിലരുണ്ടല്ലോ, സ്വന്തം കർത്തവ്യം പോലും മറന്ന് ജീവന് വില പറയുന്ന ചിലർ. പ്രഭു, അങ്ങനെ ഒരുത്തിന് ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നു പ്രഭു. എന്നാലേ തൊട്ടടുത്തൊരു സർക്കാരാശുപത്രിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഓ, ഞാൻ പോത്തിനെ വിളിക്കും. ഒന്നുണ്ടോ? ഡോക്ടറെ, രാവിലെ തൊട്ട് സമയം ഇത്രയുമായി കൈനീട്ടം പോലും കിട്ടിയിട്ടില്ലെന്നേ. അതേടോ, രാവിലെ തൊട്ടേ മൊബൈൽ നോക്കി മടുത്തു. ഇന്നാണെങ്കിൽ ഒന്ന് തടഞ്ഞൂല. എടോ, വനജ സിസ്റ്ററോ? പുള്ളിക്കാരത്തിന് ലീവാ ഡോക്ടറെ, സിക്ക് ലീവ്. ആകെ ഒരു ആശ്വാസം മാനേജ് ചെയ്തു. അവരാണെങ്കിൽ നോക്കെന്തോ ശബ്ദം. താൻ പോയി നോക്കിയേ. നോക്കിട്ട് വരണ്ടോ? അപ്പൊ എടോ, എന്താണ് അവിടെ ഒരു ബഹളം? എടോ, താൻ ഇന്നലെ വന്ന കേസല്ലേ? ഇന്നലെ പറഞ്ഞ പേപ്പറുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എടോ, ഇത് പകുതി പോലും ഇല്ലല്ലോ. ഇരുമേണം. ഇരുമേണം കടന്നു.
അങ്ങനെ പോകുന്നു. സാർ, ഞാൻ എന്റെ കുട്ടിയുടെ സർജറിയുടെ കാര്യം പറയാൻ വന്നതായിരുന്നു. ഓ, മോളുടെ സർജറി കാര്യം. ആ, അത് തന്നെ. ഫയൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. നോക്കട്ടെ. മാഡം, ഈ ഫയലല്ല, മറ്റേ ഫയൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് സാർ, കൊണ്ടുവന്നിട്ടുണ്ട്. വെച്ചേക്ക്. ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നാളെ അഡ്മിഷൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് സർജറി നടത്തി. ഒരാഴ്ചയോ? ഭയങ്കര തിരക്കാ മാഡം. സാർ, ഒന്നുകൂടി ഒന്ന് നോക്കേ. അപ്പൊ നാളെ തന്നെ നടത്തി കളയാം. മാഡം പോയി വാ. രാത്രി പോകുമ്പോ ഒന്ന് കണ്ടോ. വളരെ നന്ദി സാർ. ഓക്കെ. കാര്യങ്ങളെല്ലാം ആ, അത് ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കാര്യം കൂടി നമുക്ക് താഴാടോ. കാരണം മാഡം. താങ്ക് യു മാഡം, താങ്ക് യു. രാവിലെ മുതൽ ഞങ്ങൾക്ക് കണ്ടേ പറ്റും ഡോക്ടറെ. ഡോക്ടറെ, കുഞ്ഞിനൊട്ടും വയ്യ ഡോക്ടറെ. ഒന്ന് നോക്ക് ഡോക്ടറെ. ആരും ഇവര് കഴിക്കട്ടെ. കഴിക്കുന്നില്ല ഇന്നലെ തൊട്ട്. ഒന്ന് നോക്ക്. ഇന്നലെ മുതൽ വന്ന് നിൽക്കട്ടോ. എടോ, വയ്യ. പറഞ്ഞ പൈസ കിട്ടിയിരുന്നോ? പകുതി പോലും കാല് പിടിക്കാൻ സാറേ. എടോ, തന്നോട് 2 ദിവസം മുന്നേ പറഞ്ഞ പൈസ കൊണ്ട് അക്കൗണ്ട് തന്നിട്ടുണ്ടോ? ഇത്രേ എനിക്ക് ഒപ്പിക്കാൻ പറ്റുള്ളൂ. ഡോക്ടറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാളെ. താനിങ് വാടോ. ഒരു ഡോക്ടറോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കണോ. കുഞ്ഞിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. തന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. താൻ ആ തട്ടുകട കണ്ടോ? അതിനപ്പുറത്തൊരു തങ്കപ്പൻ എന്നൊരാളുണ്ട്. ബ്ലേഡ് തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളാണ്. അവിടെ ചെന്ന തന്റെ പ്രശ്നം ഇപ്പൊ തന്നെ തീരുള്ളൂ. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടോ സാറേ? എനിക്കറിയാവുന്ന ആളാ. എന്റെ പേര് പറഞ്ഞാൽ മതി. തന്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ. പോയി റെഡിയാക്കിയിട്ട് വേടാ പൈസ. ഓരോ പാവങ്ങൾക്ക് വന്നോളൂ. ലക്ഷങ്ങൾ പൈസ തൊട്ട് പഠിച്ചത് ഇവരെ പോലുള്ള പാവങ്ങളെ സേവിക്കാനല്ല. ഇറക്കിയ പൈസ 10 മടങ്ങായി തിരിച്ചു പിടിക്കണം. പണം അത് വേണം. ജീവൻ യോഗ്യപ്പെട്ട കരങ്ങൾ, ജീവനെടുക്കാൻ യോഗ്യപ്പെട്ട നിന്റെ കരങ്ങൾ മുഴുവൻ ഡോക്ടർ സമൂഹത്തിനും ഒരു ശാപമാണ്. ദൈവത്തിന്റെ കൈകളാകേണ്ട നിന്റെ കരങ്ങൾ ഇപ്പോ തന്റെ കറപ്പുരണ്ടതാണ്. നിനക്ക് ഈ ഭൂമിയിൽ സ്ഥാനമില്ല. കൊണ്ടുപോകാൻ നരകത്തിലേക്ക്. എടോ ചിത്രകൂട്ട, നമ്മൾ വിചാരിച്ച പോലെ ഇത് തീരും തോന്നില്ല. നിരവധി പേരുടെ നമ്മുടെ സമൂഹത്തിൽ ഇത്രക്കാം. ഞാനുള്ള വളരട്ടെ. പ്രഭു, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചാലോ പ്രഭു? തനിക്ക് ഇവിടെ വന്നിട്ട് തന്നെ കഴിക്കണല്ലേ? അല്ല വേഷായി. തനിക്ക് കഴിക്കണം നിർബന്ധാണോ? എന്നാലേ തൊട്ടടുത്ത് പോഷക സമൃദ്ധമായ ഭക്ഷണം വിളമ്പുന്ന ഒരു ഹോട്ടലുണ്ട്. ആണോ? നല്ല വൃത്തിയോടെ നല്ല ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഹോട്ടൽ. അങ്ങനെയാണെങ്കിൽ പ്രഭു, എനിക്ക് ഈ ഷവർമി ഷവായൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതിവിടെ ആവാലോ? ഞാൻ കൊണ്ടുപോവാം. ഹോട്ടലിലോട്ട് പോവാം. നമസ്കാരം മാഡം, നമസ്കാരം. അതൊക്കെ കയറിയിരിക്കൂ. മുണിയാണ്ടേ രണ്ട് ടീ പൗഡർ. ചേച്ചി ചൂടാണ് പൊറോട്ട ചേച്ചി. എന്ത് പറ്റി മാഡം? ചായ കുടിച്ചില്ലേ മാഡം? ഓർഡർ ചെയ്തതല്ലേ എന്തായാലും. ബില്ല് അടച്ചിട്ട് പോകും മാഡം. ഓർഡർ ചെയ്താൽ ബില്ലടയ്ക്കണം. അത് എല്ലായിടത്തുമുള്ള നിയമമാണ്. ആണെന്ന് വെച്ചോളൂ മാഡം. ചേച്ചി പൊറോട്ട ചേച്ചി. രാവിലെ തന്നെ ഓർഡർ കേറി വന്നോളൂ.
ചോട്ടോ എന്നാ ചേട്ടാ എനിക്ക് ഭയങ്കര വിശപ്പ്. ഞാൻ പുറത്തുപോയി നല്ല ഭക്ഷണം എല്ലാം കഴിച്ചു തരാം. ചേട്ടാ പൊറോട്ട ഇருக்கு ചേട്ടാ. ഏത് പൊറോട്ടടാ? ഞാൻ പറഞ്ഞ പൊറോട്ട. നീട്ട പൊറോട്ട. എടാ ബ്ലഡി ഫുൾ ചോട്ടു, നീട്ട പൊറോട്ട നിന്ന് ഞാനെങ്ങാനും കലറി ചത്ത നിന്നൊക്കെ കാൽ ശമ്പളം തരുവാ. അത് നീ ചെന്താ വൈകുന്നേരത്തേക്കുള്ള ഷവർമ്മ ചിക്കൻ റെഡി ആയോ? ചേട്ടാ ചിക്കൻ തീർന്നു പോച്ചു ചേട്ടാ. തീർന്നു പോയാ? हाँ, കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചത് ഫ്രീസർ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. अरे सेटा बहुत गंदा स्मेल आ रही है सेटा. ഇവിടെ അതാണ് ഷവർമ്മയ്ക്ക് പറ്റിയ ചിക്കൻ, ജ്യൂസി ടെൻഡറി. അത് വേണോ സെട്ടാ? മൈനസ് കൂട്ടിയടിക്കടാ. ആരാ അവിടെ ചോദിക്കാനുള്ളേ? മുണിയണ്ടേ എണ്ണ തീർന്നു പോയാ? എണ്ണക്കടികൾക്ക് ഈ എണ്ണ ഉത്തമം. ഇത് തന്നെ കൊടുത്താൽ മതി. അതൊരു ക്യൂന്ന് വാങ്ങിക്കും. നാളെ നമ്മൾ കഴിച്ചു. अरे सेटा बहुत बेकार आदमी यार. എന്നാ ചേട്ടാ? നമസ്കാരം മാഡം, നമസ്കാരം നമസ്കാരം. അതെ, നമ്മുടെ ഹോട്ടലാണ്, പാരമ്പര്യമുള്ള ഹോട്ടലാണ്. കംപ്ലൈന്റോ? നമ്മുടെ ഹോട്ടലിനെ കുറിച്ചോ? മാഡത്തിന് ഈ ഹോട്ടലിനെ കുറിച്ച് അറിയില്ലേ? ഫുഡ് ബ്ലോഗുകളൊന്നും കാണാറില്ലേ? മില്യൺ വ്യൂസ് ആണ്, മില്യൺ വ്യൂസ്. ഈ മാസത്തേക്കുള്ള ഞാൻ ഒരുപാട് സാറന്മാർ വന്ന് നോക്കി എന്തായി മാഡം? ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു പോ. അങ്ങനെ വലിയ വലിയ വാക്കുകൾ പറയാൻ വരട്ടെ മാഡം. മാഡം ഇവിടെ പുതിയതായതുകൊണ്ടാ. മാഡത്തിന് ഞാൻ ആരാ, ഈ ഹോട്ടൽ ഏതാ, എന്റെ അമ്മാവൻ ആരാ എന്നൊന്നും അറിയാത്തതിന്റെ പ്രശ്നമാണത്. ഞാൻ മാറ്റിത്തരാം മാഡത്തിന്. ഹലോ, ആ മാമ സുഖമായിരിക്കുന്ന? ആ ഇവിടെ സുഖമാണ് മാമ. ഞാൻ നമ്മുടെ ഹോട്ടലിൽ തന്നെ ഉണ്ട് മാമ. നമ്മുടെ ഹോട്ടലിൽ പിന്നെ റെയ്ഡ് വന്നു. ആ ഫുഡ് ഇൻസ്പെക്ടർ പുതിയൊരു മാഡം. മാഡത്തിന്റെ പേര് മാളവിക മാഡം. ഓ ഭയങ്കര ഷോന്ന്. മാമനൊന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. മാമനൊന്ന് സംസാരിക്കും മാമ. മാഡം ഒന്ന് സംസാരിച്ചേ. ഹലോ, ഞാൻ മാളവിക. സാർ, ഈ ഹോട്ടലിലെ കണ്ടീഷൻ വളരെ മോശമാണ് സാർ. അങ്ങനെയല്ല, ഒരുപാട് കംപ്ലൈന്റുകൾ വരുന്നുണ്ട് സാർ. അല്ല സാർ, എന്തായി മാഡം? എത്ര രൂപയാണ് ഫൈൻ? ഷട്ടർ ഇപ്പോൾ തന്നെ അടയ്ക്കുന്നു. മാഡം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിൽ ഉന്നതങ്ങളിൽ പിടിപാടുള്ള എന്നെ പോലുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ഹോട്ടൽ നടത്താം. എത്ര പഴകിയ ഭക്ഷണവും വിളമ്പാം. ഇനിയിപ്പോ അത് കഴിച്ചാൽ ചത്തായി. ഞങ്ങളെ ഒന്നും പിടിക്കാൻ ആരും വരത്തില്ല മാഡം, വരത്തില്ല. മാഡം അതിലെ കുറെ കഷ്ടപ്പെട്ടല്ലേ? ഒരു ചായ കുടിച്ചിട്ട് പോണം. അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്തെങ്കിലും നല്ല ചെയ്യാന്ന് വെച്ചാ തലപ്പത്തിരിക്കുന്നതൊന്നും സമ്മതിക്കില്ലല്ലോ. ദാ സുബ്ര, ദാ വരുന്നുണ്ടോ? പണിയെടുക്കണം പിള്ളേരെ.
വരുന്നവന് വിഷം മുളമ്പുന്ന നിനക്ക് ഞാൻ നല്ലൊരു സാധ്യത തന്നെ ഒരുക്കുന്നുണ്ട്. ഇവിടെയല്ല, നരകത്തിൽ നിന്നെപ്പോലെ നാടിന് പകരം പട്ടിയ വിളമ്പിലും വൃത്തിഹീനമായ കുത്തുപാടിൽ ഭക്ഷണം വിളമ്പുന്ന നിനക്ക് കാണില്ല. ഒറ്റുപോയി വരെ നരകത്തോട്ട്. ചിത്രഗുപ്ത, ഇനി വിചാരണയ്ക്കുള്ള സമയമാണ്. ഈ ജനകീയ കോടതിക്ക് മുമ്പാകെ ഇവർ ചെയ്ത കുറ്റങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞ് വിചാരണ ചെയ്യൂ. ശരി പ്രഭു, ഞാൻ കൊണ്ടുവരാം. ഇവിടെ വേണം. പ്രഭു, ഇവനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഇവൻ പരിസ്ഥിതി അനിയന്ത്രിതമായി വെട്ടിമുറിക്കുന്നവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട്, പണം വാങ്ങി ഒത്താശ ചെയ്തുകൊണ്ട് പ്രകൃതിയെ നശിപ്പിക്കാൻ അനുമതി കൊടുത്തവൻ. ഇവൻ നമ്മുടെ പ്രകൃതിക്കും ഭൂമിക്കും തന്നെ ആപത്താണ് പ്രഭു. ഇതാ ഇവന്റെ പുറക്കായം. പ്രഭു, ഇവനൊരു ഡോക്ടറാണ്. സ്വന്തം കർത്തവ്യം പോലും മറന്നുകൊണ്ട് പണത്തിന് വേണ്ടി മാത്രം പിഞ്ചു പിഞ്ചു മരണപ്പെടുന്നത് കണ്ടിട്ട് പോലും കർത്തവ്യം മറന്നവൻ. ഇവനും ഈ സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ടതാണ് പ്രഭു. പ്രഭു, ഇവനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഇവൻ രാഷ്ട്രീയ മേലാളന്മാർക്ക് മുമ്പിൽ സ്വന്തം നിയമങ്ങൾ രാത്രിപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരുടെ നീതി നിശ്ചയിച്ചവൻ. ഇവനെ നമ്മുടെ സമൂഹത്തിൽ വെറുക്കപ്പെടുന്നവരെ കാണുന്നു. പ്രഭു, ഇവനൊരു ഹോട്ടൽ മുതലാളി. ഉന്നതങ്ങളിലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വിഷമിളമ്പി ഇവൻ മനുഷ്യ സമൂഹത്തെ കൊല്ലാൻ തുനിഞ്ഞവൻ. ഇവനെയും ഒറ്റപ്പെടുത്തണം പ്രഭു. പ്രഭു, ഇവർ 4 പേരും സമൂഹത്തിൽ അഴിമതി, കൈക്കൂലി, സ്വജനപക്ഷപാതം, അധികാര ദുർവിനിയോഗം എന്നീ കുറ്റകൃത്യങ്ങൾ നടത്തിയതാണ് പ്രഭു. ഇവർക്ക് എന്ത് ശിക്ഷ കൊടുക്കാൻ പ്രഭു? ചിത്രഗുപ്ത, ഞാനോ നീയോ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല. ഇതുപോലുള്ള ആയിരങ്ങൾ നമുക്കിടയിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരെ നമുക്ക് ഈ ജനകീയ കോടതിക്ക് മുമ്പാകെ വിടാം. ഇനി നിങ്ങളാണ് ജാഗരൂകരാകേണ്ടത്. നിങ്ങളാണ് ജാഗരൂകരാകേണ്ടത്. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിജിലൻസ് അവയർനെസ് പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നന്ദി.